ശബരിമല സ്വർണ്ണക്കടത്തിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് SIT ഇന്ന് ഹൈക്കോടതിയിൽ കൊടുത്തു. ഹൈക്കോടതിയിലെ അടച്ചിട്ട മുറിയിലായിരുന്നു സ്വർണ്ണക്കേസിൻ്റെ വിവരങ്ങൾ SIT ബോധിപ്പിച്ചത്. അവിടെ പത്രക്കാർക്കാർക്കും പ്രവേശനമില്ല. അതിന് ഹൈക്കോടതി ദേവസ്വം ബോർഡ് ബെഞ്ച് നേരത്തെ തന്നെ ഹൈക്കോടതി രജിസ്ട്രാർക്ക് അതിന് വേണ്ട ഡയറക്ഷൻ കൊടുത്തിരുന്നു. അതുകൊണ്ട് അടച്ചിട്ട മുറിയിലായിരുന്നു ശബരിമല കേസിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് ഹാജരാക്കിയത്. ആ പ്രാഥമിക റിപ്പോർട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം SIT അന്വേഷിച്ച റിപ്പോർട്ടുകൾ പോറ്റിയെ കസ്റ്റഡി വാങ്ങി ചോദ്യം ചെയ്ത വിവരങ്ങളും അതിൽ ലഭിച്ച തെളിവുകളും ഒക്കെ അടങ്ങിയിട്ടുണ്ടാവും. ആ റിപ്പോർട്ടിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവണം, അനന്ത സുബ്രഹ്മണ്യം എന്നൊരാളെയാണ് സ്വർണ്ണപ്പാളി ശബരിമലയിൽ നിന്ന് ഏറ്റുവാങ്ങി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്തത്. അനന്ത സുബ്രഹ്മണ്യത്തിനെ കഴിഞ്ഞ ദിവസം SIT വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സമീപത്ത് ഇരുത്തി രണ്ടുപേരെയും ഒന്നിച്ചിരുത്തിയും ചോദ്യം ചെയ്തു. അനന്ത സുബ്രഹ്മണ്യത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയില്ലെങ്കിലും ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ആദ്യത്തെ ജൂലൈ 19, 2019 ഏൽപ്പിച്ചത് അനന്ത സുബ്രഹ്മണ്യത്തിനെയാണ്. ആ സമയത്ത് ഒരു മഗസർ എഴുതിയിരുന്നു. മഗസറിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരെഴുതിയിട്ടുണ്ട്. പേരിൻ്റെ അവിടെ ഒപ്പിട്ടത് അനന്ത സുബ്രഹ്മണ്യമാണ്. ആ 19 ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഹാജരായില്ല. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ആണ് ഇത് കൊണ്ടുപോയെന്ന് നമ്മളൊക്കെ കരുതെങ്കിലും ദേവസ്വം ബോർഡ് അംഗങ്ങളുമായി നല്ല ബന്ധമുണ്ട്. ഇത്രയും വിലപിടിപ്പുള്ള സ്വർണം അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാന്നിധ്യത്തിലല്ല, അയാളുടെ ഒരു നോമിനി അനന്ത സുബ്രഹ്മണ്യം അയാളെ ഏൽപ്പിക്കുകയാണ്. അയാൾ അതുകൊണ്ട് ബാംഗ്ലൂർ പോയി, പിന്നീട് അവിടുന്ന് ഹൈദരാബാദിൽ പോയി നാഗേഷ് എന്നയാളെ അത് ഏൽപ്പിച്ചു. അയാൾ അവിടെ നിന്ന് പിന്നീട് അത് ചെന്നൈക്ക് കൊണ്ടുപോയെന്നാണ് ഇതുവരെ വന്നിരിക്കുന്ന തെളിവുകൾ. ജൂലൈ 19, 2010 ജൂലൈ 19 ആദ്യത്തെ സ്വർണ്ണപ്പാളി കൊണ്ടുപോയെങ്കിലും കഥകിൻ്റെ കട്ടളപ്പടിയുടെ സ്വർണ്ണപ്പാളി പിറ്റേ ദിവസം 2019 ജൂലൈ 20 അവിടെ നിന്ന് കൊണ്ടുപോയത് രമേശ് എന്ന് പറഞ്ഞ ഒരാളാണ്. അയാൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആളാണ്. അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല വന്നില്ല. മഗസറിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരെഴുതിയിട്ടുണ്ട്. അവിടെ ഒപ്പിട്ടതും ഈ രമേശ് എന്ന് പറഞ്ഞ ആളാണ്. ആ രമേശ് എന്ന ആള് രണ്ടാമത്തെ സാധനം കൊണ്ടുപോയി. ഇവ രണ്ട് സംഭവങ്ങളിലും ശബരിമലയിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളെ ഏൽപ്പിക്കുമ്പോൾ അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയില്ല. അതൊരു ഗൂഢാലോചനയുടെ ഫലം തന്നെയാണ്. അയാളുടെ സാന്നിധ്യത്തിലല്ല ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്, അയാളല്ല കൊണ്ടുപോയത്. അത് വലിയൊരു വീഴ്ച തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് രക്ഷപ്പെടാനുള്ളൊരു മാർഗം കൂടിയാണ് അതെന്ന് തോന്നുന്നു. ഞാൻ കൊണ്ടുപോയില്ല എന്നൊരു സ്റ്റാൻഡ് എടുത്താൽ എന്ത് ചെയ്യും SIT? അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എന്ത് ചെയ്യും? കാരണം മഗസർ കള്ളമാണ്. ആ മഗസറിൽ ഒപ്പിട്ടിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൻ്റെ അവിടെ മറ്റ് 2 പേരാണ്. 2 പ്രാവശ്യവും ജൂലൈ 19 ആദ്യത്തെ സ്വർണം കൊണ്ടുപോയപ്പോഴും രണ്ടാമത് കട്ടലയുടെ സ്വർണം കൊണ്ടുപോയപ്പോഴും 2 വ്യത്യസ്ത വ്യക്തികളാണ് അതിനകത്ത് ഈ സ്വർണം ഏറ്റെടുത്തിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അതിനകത്ത് റോളില്ല എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. ഇവ രണ്ടും കൊണ്ടുപോകുമ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെയായിരുന്നു എന്നുള്ളപ്പോൾ SIT കണ്ടുപിടിക്കണം. എന്തായാലും മുരാരി ബാബു ദേവസ്വം ബോർഡ് അംഗം ആണ് ഈ മഗസർ എഴുതിയതും ഇത് രണ്ടും ഏൽപ്പിച്ചതും. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചില്ല എന്നുള്ള കാര്യം അവിടെ നിന്ന് ക്ലിയർ ആവുന്നുണ്ട്. ഇതുപോലെ
മറ്റൊരു കാര്യം, ശബരിമലയിലെ ഈ സ്വർണം ഉരുപ്പടികൾ കൊണ്ടുപോയ ശേഷം 39 ദിവസം കഴിഞ്ഞിട്ടാണ് അത് മറ്റൊരു രൂപത്തിൽ ശബരിമലയെ കൊണ്ടുവന്നതും അടുത്ത ദിവസം അത് പ്രതിഷ്ഠ നടത്തുകയും അത് പൊതിയുകയും ചെയ്യും. ശബരിമല അയ്യപ്പൻ്റെ വിഗ്രഹം ആ മൗൾഡ് ഉപയോഗിച്ച് പൊതിയുകയും ചെയ്തതൊക്കെ നമ്മൾ കണ്ടു. ഏതായാലും ഹൈക്കോടതി ബെഞ്ചിൽ ജസ്റ്റിസ് രാജ വിജയരാഘവൻ്റെയും ജസ്റ്റിസ് KV ജയകുമാറിൻ്റെ ബെഞ്ചിൽ ഇനി ഈ കേസ് അടുത്ത നവംബർ 15 കേൾക്കുന്നത്. അതും അടച്ചിട്ട ബെഞ്ചിലാണ് ഇത് കേൾക്കുന്നത്. കാരണം എന്താണ് SIT സമർപ്പിച്ചതെന്ന് നമുക്ക് വ്യക്തതയില്ല. SITയുടെ റിപ്പോർട്ട് ഹൈക്കോടതി വായിച്ച ശേഷം ഇതിനകത്ത് ദേവസ്വം ബോർഡിൻ്റെ ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് SIT പറഞ്ഞു എന്നും, അങ്ങനെ ഗൂഢാലോചന ഉണ്ടെങ്കിൽ ദേവസ്വം ബോർഡിനെ പ്രതിയാക്കുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിൽ, ഒരു തടസ്സവുമില്ല എന്നുള്ള രീതിയിൽ ഹൈക്കോടതി പ്രതികരിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ദേവസ്വം ബോർഡിലുള്ള 2019 അവരും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ലയബിളാണ്. ഇത് ഒരു ഗൂഢാലോചന 120B ഇതിനകത്ത് ഉണ്ട് എന്നാണ് ഇപ്പോൾ വരുന്നത്. ആ 120Bക്കകത്ത് ഗൂഢാലോചനയ്ക്ക് തീർച്ചയായിട്ടും ദേവസ്വം ബോർഡിലെ പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവർ ലയബിളാണ്. അവർ ആ ഗൂഢാലോചനയിൽ പങ്കുണ്ട്. അവരെ അറിവില്ലാതെ ഇത് കടത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ഹയർ ലെവലിലുള്ളൊരു ഗൂഢാലോചന നടന്നെങ്കിൽ മാത്രമേ അയ്യപ്പൻ്റെ വിഗ്രഹത്തിൽ ചാർത്തിരിക്കുന്നതും അവിടുത്തെ വാതിലിൻ്റെ കട്ടിൽപ്പടിയിലെ സ്വർണം ഇളക്കിക്കൊണ്ട് പോകാൻ കഴിയുള്ളൂ എന്നാണ് ഇപ്പം കാണുന്നത്. അതേസമയത്ത് ഇത് മകസർ പ്രിപ്പയർ ചെയ്ത മുരാരി ബാബു ആണ് ശബരിമലയിലെ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ അവിടുത്തെ 5000 പേർക്ക് അവിടെ കലവറ ഒരുക്കിയതും 5000 പേർക്ക് പ്രഭാതഭക്ഷണവും ഉച്ചയൂണും അത്താഴമൊക്കെ തയ്യാറാക്കി കൊടുക്കേണ്ട ചുമതല മുരാരി ബാബുവിനാണ്. മുരാരി ബാബുവാണ് ഈ മകസർ എഴുതിയതും അതിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കയുടെ സ്ഥാനത്ത് അനന്തസുബ്രഹ്മണ്യം ഒപ്പിടുകയും രണ്ടാമത്തെ മകസറിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്ഥാനത്ത് ഒപ്പിട്ടിരിക്കുന്ന രമേശുമാണ്. എത്ര കൃത്രിമമായ കള്ളത്തരങ്ങളാണ്, ഫോർജറിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതിന് ദേവസ്വം ബോർഡ് ഉത്തരവാദിത്വം വഹിക്കേണ്ടി വരും. അവിടെ മുരാരി ബാബുവല്ല, ദേവസ്വം ബോർഡിലെ ടോപ്പ് ടു ബോട്ടം വരെയുള്ളവർ അതിൻ്റെ ഉത്തരവാദികളാണ്. അവരതിന് സമാധാനം പറയേണ്ടി വരും. അവരുടെ അറിവില്ലാതെ ഈ ഒരു സാധനം അവിടുന്ന് കടത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് 120B കൃത്യമായിട്ട് നിലനിൽക്കും. ഗൂഢാലോചന ഈ കേസിനകത്ത് നിലനിൽക്കും. ഇവർക്കെല്ലാവർക്കും പങ്കുണ്ട്. അവർക്ക് ആർക്കും അറിവില്ലാതെ ഈ സാധനം അവിടുന്ന് കടത്താൻ കഴിയില്ല എന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്.